കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നുമുള്ള ദൈവവചന ചിന്തകളാണ് നമുക്ക് ധ്യാനിപ്പാൻ ഇടയായിത്തീരുന്നത്. ഇന്നു മുതൽ നമ്മൾ മറ്റൊരു ദൈവവചന ധ്യാനം ആരംഭിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് നൽകുന്നതായ ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം ദൈവത്തിൻ്റെ കോമ്പൗണ്ട് നെയിംസ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് സംയുക്ത നാമങ്ങൾ. 2 പേരുകൾ കൂടിച്ചേർന്ന് ദൈവത്തെ വിശദീകരിക്കുന്ന പേരുകളാണ് ഈ കോമ്പൗണ്ട് നെയിംസ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള പേരുകളൊക്കെ തീരെ പരിഗണിക്കാറില്ല. പക്ഷേ ദൈവവചനത്തിൽ വളരെ മനഃപൂർവ്വമായി തന്നെയാണ് ദൈവത്തിനുള്ള കോമ്പൗണ്ട് നെയിംസ് അഥവാ സംയുക്ത നാമങ്ങൾ നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ പേരുകൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയമായ അനുഗ്രഹത്തിന് കാരണമായി തീരും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദൈവത്തിൻ്റെ ഈ സംയുക്ത നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ സംയുക്ത നാമങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിശേഷണ ലക്ഷണങ്ങളെ മനുഷ്യർക്ക് ബോധ്യമാകുവാൻ സഹായിക്കുന്നതാണ് ഈ സംയുക്ത നാമങ്ങൾ എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ദൈവം ആരാണ്, ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവമായിട്ട് മനുഷ്യർക്കുള്ള ബന്ധം, ഇവയെല്ലാം തന്നെ അടിവരയിട്ട് സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായി നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന കോമ്പൗണ്ട് നെയിം, സംയുക്ത നാമം യഹോവ ഈരെ എന്നുള്ള പദമാണ്. സാധാരണയായിട്ട് നമ്മുടെ പാട്ടുകളിലൊക്കെ നമ്മൾ ഈ കോമ്പൗണ്ട് നെയിം പാടാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. ഈ ഒരു പേര് നമ്മൾ ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ്. മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ ആ പേര് നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും പഴയ നിയമത്തിൻ്റെ മൂലഭാഷ എബ്രായ ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് ആ പദം യഹോവ ജീറെ എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ സന്ദർഭം ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സന്ദർഭം എന്ന് പറയുന്നത് അബ്രഹാം തൻ്റെ മകനുമായി ഹോമയാഗത്തിന് വേണ്ടി പോകുന്ന ഒരു സന്ദർഭമാണ്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ യാഗം അർപ്പിക്കണം. ഇത് കേട്ട ഉടനെ അബ്രഹാം പരിഭ്രമിച്ചതായിട്ടോ സങ്കടപ്പെട്ടു പോയതായിട്ടോ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നില്ല. മറിച്ച് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം എന്താണ് അബ്രഹാമിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് അബ്രഹാം നൽകുന്നു എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ വേണ്ടി മോറിയ മലയിലേക്ക് പുറപ്പെട്ടു. സാധാരണയായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കാം, വളരെ താമസിച്ചായിരിക്കാം. പക്ഷേ അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം എന്താണെന്നുള്ളത് വിളിച്ചു പറയുന്നതാണ് അബ്രഹാമിൻ്റെ ഓരോ നടപടികളും. അങ്ങനെ അബ്രഹാം തൻ്റെ മകനുമായി തൻ്റെ വാഹനമൃഗമായ ഒരു കഴുതയെ കൂട്ടിക്കൊണ്ട് ആ കഴുതയെ തെളിയിക്കുവാൻ ഒരു ബാലിക്കാരനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോവുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ബാലനായ ഇസ്ഹാക്കിൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി. അപ്പൻ്റെ കയ്യിൽ യാഗത്തിന് വിറകുണ്ട്, യാഗത്തിന് തീയുണ്ട്, അതുപോലെ കത്തിയുണ്ട്. പക്ഷേ യാഗത്തിനുള്ള മൃഗം എവിടെ എന്നുള്ളതായ ഒരു ചിന്ത ഈ മകൻ്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുവാനിടയായി തീർന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഇസ്ഹാക്കൻ അറിയത്തില്ല ഏത് മൃഗത്തെയാണ് യാഗം അർപ്പിക്കുന്നതെന്ന്. ഒരു കാര്യവും അറിയത്തില്ല. പക്ഷേ അവർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ ബൈബിളിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. അബ്രഹാമും ഇസ്ഹാക്കും ഒരുമിച്ച് യാത്ര ചെയ്യുക. ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ വിധത്തിലും അവർ തമ്മിലുള്ള അഗ്രിമെൻ്റ് നമുക്കവിടെ കാണുവാൻ കഴിയും. പക്ഷേ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി തനിക്ക് ലഭിച്ചില്ല എന്നതുകൊണ്ട് ഇസ്ഹാക്ക് 7-ാം വാക്യത്തിൽ അബ്രഹാമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന്
ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. 8-ാം വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനേ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. വിത്ത് ആൻ അഗ്രിമെൻറ്റ് അവർ ഒന്നിച്ചു നടന്നു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ അബ്രഹാം പറയുന്ന ആ ഒരു വാക്ക് ദൈവത്തിന് നൽകുന്ന ഒരു കോമ്പൗണ്ട് നെയിമാണ് യഹോവ ജിറെ. ഈ ഒരു പദം എന്താണ് വിശദീകരിക്കുന്നത്? ഈ പദം ദൈവം ആരാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. ധാരാളം കോമ്പൗണ്ട് നെയിംസ് ദൈവവചനത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ദൈവത്തിൻ്റെ ഒരു വിശേഷണ ഗുണമാണ് യഹോവ കരുതുന്നതായ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ സ്വഭാവത്തിന് യാതൊരു മാറ്റം വരുത്തുവാൻ അവന് കഴിയത്തില്ല. ഗതിഭേദനത്താൽ ആച്ഛാദനം വരാത്തതായ ദൈവം തൻ്റെ സ്വഭാവവും തിരിച്ചു കളയുന്നില്ല. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി, ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി അവൻ എന്നും എന്നും കരുതുന്ന ദൈവമാകുന്നു. അവനൊരിക്കലും അവൻ്റെ സ്വഭാവത്തെ മാറ്റുന്നില്ല. അവൻ കരുതുന്നതായ ദൈവമാണ്. എന്തുകൊണ്ടാണ് അബ്രഹാം ഇത്ര ധൈര്യത്തോടെ യഹോവ കരുതുന്നവനാണെന്ന് പറയാൻ കാരണം? അബ്രഹാമിന് ഒരു ഉറപ്പുണ്ട്, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം കരുതാതിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വാസ്തവമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ വാസ്തവമായിട്ടും ദൈവവചനത്തെ അനുസരിക്കുന്നെങ്കിൽ, നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ കരുതലിനും യാതൊരു മാറ്റവുമില്ല. അവൻ വിശ്വസ്തനാണെങ്കിൽ അവൻ വിശ്വസ്തൻ തന്നെയാണ്. അവൻ കരുതുന്നവനാണെങ്കിൽ അവൻ കരുതുന്നവൻ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു പേര് യഹോവ ജിറെ എന്നാണെങ്കിൽ അതിനർത്ഥം ആ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കരുതുന്നതായ ഒരു ദൈവം, യഹോവ ജിറെ എന്ന് പേരുള്ളതായ ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു കോൺഫിഡൻസ് ആണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഉറപ്പാണ്, വിശ്വാസമാണ്, ധൈര്യമാണ്. അത് പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ പോലെ ഒന്നിലും പതറാതെ, ഒന്നിലും ഭ്രമിക്കാതെ, ഒന്നിലും ആശങ്കപ്പെടാതെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരു ദൂത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയും ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നിങ്ങളിന്ന് ഭാരപ്പെടുന്നൊരു വ്യക്തിയാണോ? ഭാരപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങയുടെ നാമമായ യഹോവ ജിറെ എന്നുള്ള ആ ചിന്ത ഇന്ന് ഈ ദിവസം ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കോണം അങ്ങ് സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്വഭാവത്തെ അങ്ങ് തിരിച്ചു കളയുന്നതായ ദൈവമല്ല. ഗതിഭേദനത്താൽ അങ്ങയ്ക്ക് ആച്ഛാദനം സംഭവിക്കുന്നില്ല. കർത്താവ്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി തീരുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരുവാൻ, ദൈവത്തെ അനുസരിക്കുന്നവരായി തീരുവാൻ നീ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി യഹോവ കരുതുന്നവൻ എന്നുള്ള ആ ഒരു അർത്ഥം അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആരെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, യേശുവുമായിട്ടുള്ള ആ സ്നേഹ ബന്ധത്തിലേക്ക് നിങ്ങൾ ആയിട്ടില്ലെങ്കിൽ, നിങ്ങളെ ആയതിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആയതിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുവാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.